എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 6 ശ്ലോകം 21 മുതൽ 32 വരെ 12 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞതിന് ശേഷം ഭഗവാനോട് ആകാശത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ശ്രീ ബ്രഹ്മോവാച ഭൂമേർഭാരാവതാരായ പുരാ വിജ്ഞാപിത പ്രഭോ ത്വമസ്മാഭിരശേഷാത്മൻ തത്തഥൈവോപപാദിതം. ബ്രഹ്മാവ് പറഞ്ഞു, അല്ലയോ സമസ്ത ജീവരൂപനായിരിക്കുന്നവനെ, ഭൂമിഭാരം തീർക്കണമെന്ന് ഞങ്ങള് അങ്ങയോട് അപേക്ഷിച്ചു. അതേപോലെ തന്നെ അങ്ങ് ആ അപേക്ഷ സാധിപ്പിക്കുകയും ചെയ്തു. ആശ്രിതന്മാരുടെ പ്രാർത്ഥന സഫലമാക്കി തീർക്കുന്നതും പ്രഭുവിന്റെ ധർമ്മമാണല്ലോ. സമാന ജീവികളെ അന്യോന്യം ഉപദ്രവിക്കുന്നവരായി വന്നാൽ സമസ്ത ജീവരൂപൻ ആ ഉപദ്രവത്തെ തീർക്കുന്നതും ന്യായമാണ്. അതാണ് പ്രഭു അശേഷാത്മൻ എന്ന 2 സംബോധന. ധർമ്മശ്ച സ്ഥാപിത സൽസു സത്യസന്ധേഷു വൈ ത്വയാ കീർത്തിശ്ച ദിക്ഷു വിക്ഷിപ്ത സർവലോകമലാപഹ. സത്യത്തോടെ നടക്കുന്ന സജ്ജനങ്ങളിൽ ധർമ്മത്തെ അങ്ങ് ഉറപ്പിച്ചു. കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്യുന്നവരുടെ സർവ പാപങ്ങളെ നശിപ്പിക്കുന്ന കീർത്തിയും സർവ ദിക്കുകളിലും പരത്തി. അവതീര്യയതോർവംശേ ബിഭ്രത് രൂപമനുത്തമം കർമാണ്യുദ്ധാമവൃത്താനി ഹിതായ ജഗതോ കൃതാഃ. അതിശ്രേഷ്ഠമായ ആകൃതി വഹിച്ചുകൊണ്ട് അതിസുന്ദര രൂപം ധരിച്ചുകൊണ്ട് യദുകുലത്തിൽ അവതരിച്ച അങ്ങ് ലോകത്തിന്റെ നന്മയ്ക്ക് ഉപകരിക്കുന്നവയും അതിവീര്യം പ്രകാശിക്കുന്നവയുമായ കർമ്മങ്ങള് ചെയ്തിരിക്കുന്നു. യാനിതേ ചരിതാനീശ മനുഷ്യാ സാധവ കലൗ ശൃണ്വന്ത കീർത്തയന്തശ്ച തരിഷ്യന്ത്യഞ്ജസാതമ. അല്ലയോ ഈശ്വര, അങ്ങയുടെ ചരിതങ്ങൾ യാതൊന്നോ അവ സജ്ജനങ്ങൾ കീർത്തിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് യാതൊരു പ്രയാസവും കൂടാതെ കലിയുഗത്തിൽ ജനന മരണ ദുഃഖങ്ങൾക്ക് ഹേതുവായ അജ്ഞാനത്തെ കടക്കും. കലവു സങ്കീർത്യകേശവം. കലിയുഗത്തിൽ ശ്രീകൃഷ്ണ കഥാശ്രവണ കീർത്തനാദികളാൽ മുക്തി സിദ്ധിക്കും. ഇത് യോഗാദികൾ പോലെ പ്രയാസമുള്ള പ്രവൃത്തിയല്ലല്ലോ. അതുകൊണ്ട് ആയാസം കൂടാതെ സജ്ജനങ്ങള് സിദ്ധി പ്രാപിക്കുന്നു. യദുവംശേവതീർണസ്യ ഭവതഃ പുരുഷോത്തമ ശരച്ഛതം വ്യതീയായ പഞ്ചവിംശാധികം പ്രഭോ. അല്ലയോ പുരുഷോത്തമ പ്രഭു, യദുവംശത്തിൽ അവതരിച്ച അങ്ങയ്ക്ക് ഇപ്പോൾ 125 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അതാണ് പഞ്ചവിംശാധികം. 25 അധികമുള്ള ശതം ശരത്ത്, അത് 100 കൊല്ലം. 125 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. സാധുനാദേ അഖിലാധാര ദേവകാര്യാവശേഷിതം കുലം ച വിപ്രശാപേന നഷ്ടപ്രായമഭൂതിതം. സർവാധാരനായിരിക്കുന്ന അങ്ങയ്ക്ക് അറിയാത്തതൊന്നുമില്ല. എങ്കിലും സേവകന്മാരുടെ ധർമ്മമാണെന്ന് കരുതി കാലോചിതമായ സംഗതി അങ്ങയോട് അറിയിക്കുന്നു. സകല ചരാചരങ്ങൾക്കും ആധാരമായിരിക്കുന്നവനെ അങ്ങ് ദേവകാര്യം മുഴുവനും വേണ്ട പോലെ നിവർത്തിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും ബാക്കിയില്ല. ഇപ്പോ യദുകുലവും ബ്രാഹ്മണ ശാപത്താൽ നശിച്ചതുപോലെയായി. തതസ്വധാമ പരമം വിശസ്വയതി മന്യസേ സലോകാൻ ലോകപാലാന്നഹി വൈകുണ്ഠ കിങ്കരാൻ. അല്ലയോ വൈകുണ്ഠ, അവതാരകാര്യം മുഴുവനും സാധിച്ചിരിക്കയാൽ അങ്ങ് ഇച്ഛിക്കുന്ന പക്ഷം സർവോത്കൃഷ്ടമായ വൈകുണ്ഠം എന്ന അങ്ങയുടെ സ്ഥാനത്തെ ഇനി പ്രാപിച്ചാലും ലോകപാലന്മാരായ ഞങ്ങളെയും ലോകങ്ങളെയും രക്ഷിച്ചാലും വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ലോകത്തിൽ വന്ന് ഞങ്ങൾ ചെയ്യുന്ന പൂജ സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും ഞങ്ങൾ അങ്ങയുടെ കിങ്കരന്മാരാകയാൽ ഇത് അങ്ങ് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കാം. ശ്രീശുക ഉവാച സംസ്തുതോ ഭഗവാനിത്തം വിബുധൈ പത്മജാദിഭിഃ പ്രതിനന്ദ്യാഹതാൻ രാജൻ മായാമയ
മനുജ ഈശ്വര. പ്രകാരം ബ്രഹ്മാദികളായ ദേവന്മാരെ സ്തുതിക്കപ്പെട്ട മായാമനുഷ്യനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവർ അറിയിച്ചതിനെ പറ്റി സന്തോഷിച്ച് അവരോട് പറഞ്ഞു, അല്ലയോ രാജാവേ, സേവകന്മാര് തൽക്കാലോചിത കാര്യങ്ങൾ സ്വാമിയോട് ഉണർത്തിക്കുന്നതും അതിനെപ്പറ്റി സ്വാമി സന്തോഷിക്കുന്നതും സ്വഭാവമാണല്ലോ. ശ്രീ ഭഗവാൻ ഉവാച അവതാരിതമേതന്മേ യഥാർത്ഥ വിബുധേശ്വര കൃതം വക്കാര്യമഖിലം ഭൂമേർഭാരോവതാരിത. അല്ലയോ ദൈവേശ്വര, എല്ലാ കാര്യവും സാധിച്ചിരിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞ സംഗതി ഞാൻ അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യവും ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഭൂമി ഭാരം തീർക്കണം എന്നാണല്ലോ നിങ്ങൾ പ്രാർത്ഥിച്ചത്. അതിപ്പോ വേണ്ട പോലെ ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കണം. തദിതം യാദവകുലം വീര്യശൗര്യശ്രിയോദ്ധതം ലോകം ജിഗൃക്ഷൽ രുദ്ധം മേ വേലയേവ മഹാർണവ. എങ്കിലും വൈകുണ്ഠഗമനത്തിന് അല്പം താമസം ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. യുദ്ധസാമർഥ്യമാകുന്ന വീര്യം കൊണ്ടും യുദ്ധത്തിൽ ഭയമില്ലായ്മയാകുന്ന ശൗര്യം കൊണ്ടും ധനാദി സമ്പത്ത് കൊണ്ടും മറ്റാർക്കും കീഴടക്കാൻ കഴിയാത്തതായി ലോകത്തെ നശിപ്പിക്കാൻ ഉദ്യോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ യാദവകുലത്തെ സമുദ്രത്തെ കര എന്ന പോലെ ഞാനിപ്പോ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. കരയില്ലെങ്കിൽ സമുദ്രം ലോകത്തെ നശിപ്പിക്കുമല്ലോ. അതായത് എന്റെ തടസ്സമില്ലെങ്കിൽ അവർ ഈ ലോകത്തെ മുടിക്കും. അതാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. യദ്യസംഹൃത്യ തൃപ്താനാം യദൂനാം വിപുലം കുലം ഗന്ധാസ്മ്യനേന ലോകോയം ഉദ്വലേന വിനക്ഷ്യതി. ഗർവിഷ്ഠന്മാരായ യദുക്കളുടെ മഹത്തായ വംശത്തെ നശിപ്പിക്കാതെ ഞാൻ ഈ ലോകം ഉപേക്ഷിച്ച് ആ ലോകത്തിലേക്ക് വരുന്ന പക്ഷം വിവേകമില്ലാതെ എന്തും തന്നെ പ്രവർത്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഈ യാദവകുല നിമിത്തം ഈ ലോകം നശിച്ചു പോകും. ഇദാനീം നാശാരബ്ധ കുലസ്യ ദ്വിജശാപത യാസ്യാമി ഭവനം ബ്രഹ്മൻ ഏതദന്തേ തവാനഖ. ഇപ്പോ ബ്രാഹ്മണ ശാപഹേതുവായിട്ട് യാദവകുലത്തിന്റെ നാശം ആരംഭിച്ചിരിക്കുന്നു. അല്ലയോ അനഘ, യദുകുലത്തിന്റെ നാശം സംഭവിച്ച ശേഷം ഞാൻ അങ്ങയുടെ ലോകത്തേക്ക് വരാം. സത്യലോകവും കടന്നിട്ടാണ് വൈകുണ്ഠം. അപ്പോ വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ ബ്രഹ്മാവിന്റെ സ്ഥാനമായ സത്യലോകത്തേക്ക് വരാം എന്നത് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.